തന്നെ ഒരു വാക്ക് നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഇരിങ്ങാലക്കുട രൂപതയോട് വളരെ സഹകരിച്ച് ഇരിങ്ങാലക്കുട രൂപതയുടെ എല്ലാ വാർത്തകളാണെങ്കിലും എല്ലാ കാര്യങ്ങളോടും നിങ്ങൾ അകമഴിഞ്ഞ ഒരു സഹകരണമാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുക. ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇരിങ്ങാലക്കുട രൂപതയുടെ വിദ്യാജ്യോതി വിശ്വാസ പരിശീലനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുട രൂപതയിലുള്ള എല്ലാ ഇടവകളിൽ നിന്നുള്ള മതബോധന അധ്യാപകരെയും ഉൾച്ചേർത്തുകൊണ്ട് ഈ വരുന്ന നാളെ നമ്മളൊരു ടെഡ് ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ചാണ് നമ്മൾ ഇന്ന ദിവസം ഈ ഒരു പത്രസമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുക. ഇത് നടത്തേണ്ട പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം മതബോധന അധ്യാപകരുടെ ആത്മീയവും വ്യക്തിത്വപരവുമായിട്ടുള്ള അധ്യാപനപരമായ ഒരു ലക്ഷ്യം വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഒരു ശാക്തീകരണ ദിനമായിട്ട് ഈ ടെഡ് ഫെസ്റ്റ് 2026 എന്ന ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുക. ഇതിനോടനുബന്ധിച്ച് ഈ പത്രസമ്മേളനം നടത്തുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫാദർ അനൂപ് കോലങ്ങണ്ണി. ഞാൻ ഇരിങ്ങാലക്കുട ഫൊറോന ഡയറക്ടറും ഒപ്പം തന്നെ ഈ പ്രോഗ്രാമിന്റെ പബ്ലിസിറ്റി ചെയർമാനുമാണ്. എന്നോടൊപ്പം ആയിരിക്കുന്നത് ഇരിങ്ങാലക്കുട രൂപതയുടെ മതബോധന ഡയറക്ടർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ റിജോയ് പഴയാറ്റിലും, ഒപ്പം തന്നെ അച്ഛൻ്റെ അപ്പുറത്തായിരിക്കുന്നത് ഇരിങ്ങാലക്കുട രൂപതയുടെ മതബോധന ആനിമേറ്റർ അംഗവും ഒപ്പം തന്നെ ഈ പ്രോഗ്രാമിന്റെ ഒരു ജനറൽ കൺവീനർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസ് ചിറ്റപ്പള്ളി സാറും, തൊട്ടപ്പുറത്ത് സാറിന്റെ അപ്പുറത്തായിരിക്കുന്നത് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പബ്ലിസിറ്റി കൺവീനർ ആയിരിക്കുന്ന ആൻഡോ പോൾ സാറുമാണ്. ഞങ്ങൾ 4 പേരുമാണ് ഈ പത്രസമ്മേളനത്തിൽ ഇപ്പോഴായിരിക്കുക. ഒപ്പം ഈ പ്രോഗ്രാമിന്റെ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് പറയുക നമ്മുടെ റിജോയച്ചനായിരിക്കും. അപ്പം നിങ്ങളെ എല്ലാ മാധ്യമപ്രവർത്തകരെയും ഏറെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ പ്രസ് മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാളെ നടത്തപ്പെടുന്ന ഈ ടെഡ് ഫെസ്റ്റ് 2026 കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മതബോധന ഡയറക്ടർ റിജോയച്ചനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫാദർ റിജോയ് പഴയാറ്റിൽ, ഇരിങ്ങാലക്കുട രൂപത വിദ്യാജ്യോതി വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ ഡയറക്ടർഷനാണ്. വിദ്യാജ്യോതിയുടെ നേതൃത്വത്തിലാണ് നാളെ ഇരിങ്ങാലക്കുട രൂപത എല്ലാ വിശ്വാസ പരിശീലകരെയും ഒരുമിച്ച് ചേർത്തുള്ള ഒരു പ്രോഗ്രാം, ഒരു 1 ഡേ പ്രോഗ്രാം. അതിന്റെ പേര് നൽകിയിരിക്കുന്നത് ടെഡ് ഫെസ്റ്റ് എന്നാണ്, അതായത് ടീച്ചേഴ്സ് എംപവറിംഗ് ഡേ. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ പരിശീലനം എന്നുള്ളത് സഭയുടെ പരമപ്രധാനമായിട്ടുള്ള ദൗത്യമാണ്. ആ വിശ്വാസം കൈമാറുക എന്നുള്ളത്, വരുന്ന തലമുറയ്ക്ക് കൈമാറുക എന്നുള്ളത്, അത് ഞായറാഴ്ച തോറും നടക്കുന്ന ഇടവക ദേവാലയങ്ങളിൽ നടക്കുന്ന സൺഡേ കാറ്റഗിസത്തിലൂടെയാണ് ഈ വിശ്വാസ പരിശീലനം നടക്കുക. അതിന് നേതൃത്വം കൊടുക്കുക അവിടെയുള്ള വികാരിയച്ചന്മാരോട് ചേർന്ന് വിശ്വാസ പരിശീലനത്തിൽ നേതൃത്വത്തിൽ ആയിരിക്കുന്ന അധ്യാപകരുമാണ്. വ്യത്യസ്ത തലങ്ങളിലാണ് ഈ ഒരു പരിശീലനം നടക്കുക. അപ്പോൾ ഈ അധ്യാപകരെല്ലാം ഏകദേശം 3000-ലധികം വിശ്വാസ പരിശീലകരാണ്, മതബോധന അധ്യാപകരാണ് ഇരിങ്ങാലക്കുട രൂപതയിലുള്ളത്. അവരെല്ലാവരെയും ഒരുമിച്ച് സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൽ, കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചാണ് ഈ ഒരു പ്രോഗ്രാം. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഈ ഒരു പ്രോഗ്രാം. അതിലേറെ സന്തോഷമുള്ളത് സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന അഭിമന്യ മാർ റാഫേൽ തട്ടൽ പിതാവ് ഇതിൽ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നു. ഇരിങ്ങാലക്കുട രൂപതയുടെ മെത്രാനായിരിക്കുന്ന അഭിമന്യ മാർ പോളി കണ്ണൂക്കാടൻ പിതാവ് ആദ്യന്തം ഈ പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുന്നു. മറ്റ് റിസോഴ്സ് പേഴ്സൺസ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു ചെറിയൊരു രൂപം എന്ന് വിശദീകരിക്കുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരെയും ഏറെ സ്നേഹത്തോടു കൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ഈ പ്രോഗ്രാം എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഇതിന്റെ ജനറൽ കൺവീനർ ആയിരിക്കുന്ന പ്രിയമുള്ള ജോസ് ചിറ്റപ്പള്ളി സാറ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. എന്തെങ്കിലും കൂടുതൽ ചോദിക്കാനുണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻ നമ്മൾ ഒരു പ്രസ് നോട്ട് തന്നിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് നമ്മൾ ഇത് നടത്തുന്നതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ എൻ്റെ ഫോൺ നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വാക്ക് നന്ദി പറയാനായിട്ട് ഞങ്ങളുടെ പബ്ലിസിറ്റി കൺവീനർ ആയിരിക്കുന്ന ആൻഡോ സാറിനെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, അനുഭവ സമ്പത്തുകൊണ്ട് ഒത്തിരി റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നവർ സന്തോഷം അറിയിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രധാന പ്രേക്ഷിത പ്രവർത്തന മേഖല കൂടിയാണ് വിശ്വാസ പരിശീലന കളരി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും മൂല്യബോധനവുമായി ബന്ധപ്പെട്ട് ധാരാളം നമ്മൾ കുട്ടികളെ നല്ല മാർഗങ്ങളിലൂടെ നയിക്കാനായിട്ട് മതാധ്യാപകർ നിസ്വാർത്ഥമായ സേവനം പ്രതിഫലമൊന്നും കൂടാതെ ചെയ്യുന്നവരാണ്.
അപ്പോൾ അവർക്ക് വേണ്ടി നടത്തുന്ന നാളത്തെ ഒരു പരിശീലന ക്ലാസ്സും അതുപോലെ ഒരു ഒരു ഫെസ്റ്റീവ് മൂഡിലാണ് നമ്മളത് സംഘടിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് അതിൽ പങ്കെടുക്കാനായിട്ടുള്ള വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങളോട് സഹകരിച്ച എല്ലാ മാധ്യമ പ്രവർത്തകർക്കും, ഞങ്ങളുടെ ഡയറക്ടർ അച്ഛൻ റിജോ അച്ഛനും, അനൂപ് അച്ഛനും, ജോസ് സാറിനും ഏവർക്കും നന്ദി അറിയിക്കട്ടെ.